ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു കഷ്ണം മത്തങ്ങ വെച്ചിട്ടുണ്ട്. ഇത് മത്തങ്ങയാണ്, തൊണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുക മത്തങ്ങ ഉണ്ടോ. ഇനി ഞാൻ ഇവിടെ കുറച്ച് ഇത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടി ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വെച്ചിരിക്കുകയാണ്, നനച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിനി കാണാം അല്ലേ ബാക്കി. എടുത്തു വെച്ച ആ മത്തങ്ങ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പീരയും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. ഞാനിവിടെ കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കാണാം. എടുത്തു വെച്ചിരുന്ന മത്തങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പീര വെച്ചിട്ടുണ്ട്, പുട്ടുപൊടി നനച്ച് വെച്ചിരിക്കുകയാണ്. ബാക്കി നമുക്ക് കാണാം. അടപ്പത്ത് വെച്ചിരിക്കുകയാണ്, പുട്ടുകുറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലോട്ട് ഒരു സ്പൂൺ മത്തങ്ങ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ പുട്ട് പൊടി ഇട്ട് കൊടുക്കാം. പുട്ടുകുറ്റിയിലോട്ട് പുട്ടുപൊടി ഇട്ടു. അടുത്തത് നമ്മൾ തേങ്ങ ഇടാൻ പോകണം. സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെയാണ് തേങ്ങ ഇട്ട് കൊടുത്തത്. ഇനി വീണ്ടും നമ്മൾ പുട്ടുപൊടി ഇടും. അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. ആവി വരട്ടെ, നമുക്ക് പുട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. പുട്ടിൻ്റെ ആവി വന്നിട്ടുണ്ട്, നമുക്കതെടുക്കാം. ഞാനിത് കുത്തി കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. മത്തൻ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഗുണമുള്ളതാണ്. നമ്മൾ വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കുന്ന മത്തൻ നല്ല പഴുത്തതല്ല, ചെറുതായിട്ടൊന്ന് പഴുത്ത് വരണ മത്തനാണ്. ആവി വറക്കണമുണ്ടോ. അപ്പോൾ ആ മത്തൻ്റെ കൂടെ തേങ്ങയും കൂടി ചിലപ്പോൾ നല്ല രസമാണ്. പപ്പടമൊക്കെ കൂട്ടി കഴിക്കാം, കറി കൂട്ടി കഴിക്കാം, കറി ഇല്ലാതെയും കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.